പണ്ട് കിഴക്ക് കിഴക്ക് അതോ വടക്ക് വടക്കോ, എന്തായാലും വളരെ ദൂരത്ത് ഒരു ദേശത്ത്. ആ നാട്ടില് ആണുങ്ങളും പെണ്ണുങ്ങളും നല്ല അധ്വാനികളായിരുന്നു. പുരുഷന്മാര് പകല് മുഴുവനുള്ള അധ്വാനത്തിന് ശേഷം വൈകുന്നേരം 4 വീശും. അതവരുടെ ഒരു പതിവാ. അന്നൊക്കെ ഈ ഇന്ത്യൻ നിർമ്മിത വിദേശം എന്ന് പറയുന്ന സാധനം അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഒന്നുകിൽ തെങ്ങ് അല്ലെങ്കിൽ പന, നല്ല ഒറിജിനൽ സാധനം, മായമോ മന്ത്രമോ ഇല്ല, നല്ല സ്വയംപൻ. അതാ പൂശുക. പൂശിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്കൊരു നിഷ്ഠയുണ്ട്. ആരെയെങ്കിലും കണ്ട് പെടപടയ്ക്കണം, ആരെയെങ്കിലും തല്ലണം. സാധാരണഗതിയിലെ എതിരാളികളായിട്ടുള്ള ഏതെങ്കിലും ഒരു സെറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അവന്മാരെ പിടിച്ചു തല്ലും. ചില ദിവസങ്ങളിൽ എതിരാളികളാരും ഉണ്ടാവില്ല. അപ്പൊ എന്തോ ചെയ്യും? തല്ലണമല്ലോ, തല്ലിയേ പറ്റൂ, അല്ലേ ഉറക്കം വരില്ല. അപ്പൊ എന്തോ ചെയ്യും? കൂട്ടത്തിലുള്ളവരെ നറുക്കിട്ട് 3-4 പേരെ തെരഞ്ഞെടുത്ത് അവന്മാരെ തല്ലും, പൊതുവെ പൂശും. അതവരുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ CPM ഭരണകക്ഷി അവര് സമീപ ഭാവിയിൽ എത്തിച്ചേരാനിടയുള്ള അവസ്ഥാവിശേഷത്തെ കുറിച്ച് ഓർത്തപ്പോഴാണ് ഈ കഥ മനസ്സിൽ വന്നത്. അതായത് ഇനി 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഉടനെ വരാൻ പോവുക. ഒന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക്, അത് കഴിഞ്ഞ് 2026 മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ പ്രചാരണ പരിപാടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് അത് എതിരാളികളെ കുറിച്ചുള്ള പെണ്ണുകേസുകളായിരിക്കും. അത് ഞങ്ങളങ്ങോട്ട് പൊലിപ്പിക്കും, ജനങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കും, എല്ലാം കേടുപിടിച്ചതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. അതായിരിക്കും ഞങ്ങളുടെ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി. അതിനുള്ള തുടക്കം ഞങ്ങൾ കുറിച്ചു കഴിഞ്ഞല്ലോ. ആദ്യമേ ഞങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ചു. അവൻ കുഴപ്പക്കാരനാണോ അല്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഞങ്ങൾ ഓങ്ങി വെച്ചിരുന്നതാ രാഹുൽ മാങ്കൂട്ടത്തിലെ. ഇപ്പം നെകളിപ്പ് കൂടുതലായിരുന്നു. എന്തോ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിരല് ചൂണ്ടിയൊക്കെ സംസാരിക്കുന്ന ചെക്കനായിരുന്നില്ലയോ? അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്നേ ഞങ്ങൾ കണ്ടതാ. കിട്ടിയ അവസരത്തിൽ വെച്ച് പൂട്ടി. ഞങ്ങള് ഈ പാലക്കാട് വരുമ്പോൾ തടയണമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ നോക്കുമ്പോൾ ചെറുക്കനും അല്ല, ഗ്രൗണ്ട് സപ്പോർട്ടാ. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞു, അവൻ വന്നാൽ തടയാനൊന്നും പോകണ്ട, വന്നിട്ട് പൊക്കോട്ടെ എന്ന്. മുഖ്യമന്ത്രി എന്തുവാ നിയമസഭയിൽ പറഞ്ഞത്? ഒരു വിദ്വാൻ സഭയിൽ വന്നിട്ടുണ്ട്, അയാൾ അവിടെ കാണി ഇരുന്നേച്ച് പൊക്കോട്ടെ എന്ന്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കഥയെങ്ങാനും എഴുന്നള്ളിച്ചുകൊണ്ട് ചെന്നാലേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എത്ര പേരുടെ കഥ കിടക്കുക അവിടെ തന്നെ ഇരിക്കുകയല്ലയോ ഒരു സിനിമാ നടൻ, നമ്മുടെ MLA, പാർലമെന്റിലേക്കൊക്കെ മത്സരിച്ച ഒരു മാന്യദേഹം, അദ്ദേഹത്തിനെതിരെ കേസുണ്ടെന്നേ. ആ സാഹചര്യത്തിൽ നമ്മൾ നിയമസഭയിലെ രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കുന്നതാ ബുദ്ധിയെന്ന് നമ്മുടെ പിണറായി സഖാവിന് അറിയാം. എത്ര കാലമായിട്ട് ഈ രാഷ്ട്രീയവും നിയമസഭയൊക്കെ കാണുന്നതാ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആ വിദ്വാൻ അവിടെ വന്നിരുന്നിട്ട് പൊയ്ക്കോട്ടെ എന്ന്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വരുമ്പോഴും മിണ്ടാതിരുന്നേക്കാം എന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഞങ്ങളുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്നലെ നടത്തിയ പ്രസ്താവന. ഓ, എന്ത് മനോഹരമായ ഒരു ആക്ഷേപമായിരുന്നു അത്. നമ്മുടെ ഷാഫി പറമ്പിലിനെ ഉദ്ദേശിച്ച. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തീപ്പൊരിയാണെങ്കിലും ഈ ഷാഫി ഉണ്ടല്ലോ, വല്ലാത്ത ജനപ്രീതിയുള്ള ഒരു ചെറുപ്പക്കാരനാ, നേതാവാ. പാലക്കാട് ജയിച്ചു, പാലക്കാടുകാരനാണല്ലോ. പക്ഷെ ഇയാള് വടകര ചെന്നപ്പോഴെന്താ സംഭവിച്ചത്? നമ്മുടെ ടീച്ചർ പാട്ടും പാടി, ഒരു വടക്കൻ പാട്ടും പാടി ജയിക്കുമെന്ന് വിചാരിച്ചതല്ലയോ? നടന്നില്ലല്ലോ. എന്നാ ഭൂരിപക്ഷമായിരുന്നു. ചെറുക്കനങ്ങ് പോയില്ലേ, അങ്ങ് ദേശീയ നേതാവായി പോയില്ലേ? അവനെയും പിടിക്കണം. അതും ഞങ്ങൾ നേരത്തെ ഓങ്ങി വെച്ചിരിക്കുക. അതുകൊണ്ടാ പറഞ്ഞത് ഇവര് രണ്ടുപേരും കൂട്ടുകച്ചവടക്കാരാണ്. ആരെ? ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും. ഷാഫി ഹെഡ്മാസ്റ്റർ. അപ്പോ ഈ ചരരേഖ കാണുമ്പോഴേ എന്നാ നമുക്ക് ബാംഗ്ലൂരിന് വിട്ടേക്കാമെന്ന് പറയുമെന്ന്. ഇതൊരു തുടക്കമാകട്ടോ. ഷാഫിയും രാഹുലും ഒക്കെ ഒരു തുടക്കമെന്ന നിലയിൽ കണ്ടാൽ മതി. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഇത് തുറന്നുകൊണ്ടേയിരിക്കും. ഒരു മെയ് മാസത്തിലായിരിക്കും മിക്കവാറും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത. കഴിഞ്ഞ വർഷത്തെ തീയതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 7 മാസമെങ്കിലും ഇനി ബാക്കി കിടപ്പുണ്ട്. ഒരാഴ്ചയിൽ 2 കേസെങ്കിലും നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നാലേ, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാലേ സംഗതി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നീങ്ങത്തുള്ളൂ. അപ്പൊ ഈ ആഴ്ചയിൽ 2 എണ്ണം പോട്ടെ, ആഴ്ചയിൽ 1 ആണെങ്കിൽ തന്നെ ഈ 7 മാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതാ പറഞ്ഞത്. അപ്പോഴേക്കും ഈ കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കന്മാരൊക്കെ അങ്ങ് തീരുമെന്ന് പറഞ്ഞാൽ നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല,
നമ്മൾ ഒരുത്തിനെ ഒരു പെണ്ണ് കസി പിടിച്ചിടുമ്പോൾ അതിനൊരു ഗുമ്മ് കിട്ടണമല്ലോ, അതിന് പറ്റിയ ആളുകളായിരിക്കണമല്ലോ. അല്ലാതെ കണ്ടവരുടെയൊക്കെ പേരിൽ ഇത്തരത്തിൽ ആരോടും ഉന്നയിച്ചിട്ട് കാര്യമുണ്ടോ? എറിയുമ്പോൾ വല്ല കാപ്പനുള്ള മാവ് നോക്കി വേണം എറിയാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ UDF നേതാക്കൾ അങ്ങ് തീർന്നു പോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ അപകടത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പണ്ടൊരു ദേശത്ത്, കിഴക്ക് വടക്ക് ഒരു ദേശത്ത് ഉണ്ടായിരുന്ന ഒരു രീതി, അവിടെ പ്രചരിച്ചിരുന്ന ഒരു ആചാരം, അത് ഓർത്തത്. അപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യും? ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാരെ നറുക്കിട്ട് അവരുടെ കഥകള് ഞങ്ങൾ പ്രചരിപ്പിക്കും. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ആരംഭിച്ചാൽ പിന്നെ തുടർന്നോണം എന്ന് നിർദ്ദേശമുണ്ട്. ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഒരു പ്രത്യേക വിങ്ങൊക്കെ ഉണ്ട്. അവരതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആൾക്കാർ നമ്മുടെ പറവൂരിലെ സഖാക്കളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസം 10 വീഡിയോയോ ട്രോളോ അല്ലെങ്കിൽ കാർഡോ, അല്ലെങ്കിൽ അതായത് എതിരായിട്ടുള്ള കാർഡോ VD സതീഷിന് എതിരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കണമെന്ന നിർദ്ദേശം തന്നിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോ ഇത് വെച്ച് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, കൂടുതൽ കോലിട്ടിളക്കാൻ വരണ്ട. ഇന്ന് പറഞ്ഞതാ, ഇന്നലത്തേതിനെ കുറിച്ച് ഇന്ന് പറഞ്ഞത്. കൂടുതൽ കോലിട്ടിളക്കാൻ വന്നാൽ അത് വല്ലാത്ത പ്രശ്നമാകുമെന്ന്, പലർക്കും അത് കുഴപ്പമുണ്ടാക്കുമെന്ന് നമ്മുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും ഞങ്ങൾ ഇത്തവണ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ പ്രകടന പത്രിക ഒന്നും അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രകടന പത്രിക വായിച്ചിട്ടാണോ ആരെങ്കിലും വോട്ട് ചെയ്യുന്നത്? ഈ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണി ഇറക്കിയ പ്രകടന പത്രികകൾ ആരെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് ഭരണം കിട്ടേണ്ടതല്ലയോ? ഞങ്ങൾ എത്രയെത്ര വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇതെന്താ ആരാണ്ട് ആപ്പുവപ്പോൾ എഴുതുന്നതാണോ ഈ പ്രകടന പത്രിക? പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രകടന പത്രികയൊക്കെ, മാനിഫെസ്റ്റോ. അതെന്നിട്ട് ബുദ്ധിജീവികള്, വിദ്വാൻമാര്, പണ്ഡിതന്മാര് അവരൊക്കെ കൂടി ഇരുന്ന് ഞങ്ങളുടെ സഖാക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അതൊന്നും ആരും വായിക്കത്തില്ല. നീ വെറുതെ അതും ചുമ്മിക്കൊണ്ട് ഈ ഭവന സന്ദർശനത്തിനൊക്കെ പോകുന്ന എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? പ്രവർത്തകന്മാർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഈ കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കന്മാരെ കുറിച്ചുള്ള പെണ്ണ് കേസുകൾ അത് നല്ല പൊലിപ്പോടുകൂടി അങ്ങ് എഴുതി അത് ഈ ആളുകളുടെ ഇടയിലോട്ട് കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്യും, പ്രകടന പത്രികയ്ക്ക് പകരം. അല്ലെങ്കിൽ അതാ ഞങ്ങളുടെ പ്രകടന പത്രിക, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക കേസുകൾ ഇഷ്യൂ ആക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ. PT ചാക്കോയുടെ കാര്യം ഓർമ്മയില്ലേ? പണ്ട് തൃശ്ശൂർക്ക് പീച്ചിക്ക് പോയതാ. കൂട്ടത്തിൽ ആ കാറിൽ ഒരു പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നേ ഉള്ളൂ. ഓ, ഞങ്ങൾ ഏതൊക്കെ അവസ്ഥാന്തരങ്ങളിലേക്ക് അതിനെ എത്തിച്ചു എന്നറിയാമോ? ഞങ്ങളുടെ ഒരു മെമ്പർ EP ഗോപാലൻ, അദ്ദേഹം നിയമസഭയിൽ എന്തുവാ പ്രസംഗിച്ചത്? മോട്ടോർ വാഹന നിയമവും ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ വ്യഭിചാര നിരോധന നിയമവും അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് തടങ്കലിൽ കിടക്കേണ്ട മന്ത്രിയാണ് PT ചാക്കോ എന്നാണ് നിയമസഭയിൽ EP ഗോപാലൻ സഖാവ് പറഞ്ഞത്. പിന്നീട് അതുപോലെ എത്ര കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. PJ കുര്യന്റെ സൂര്യനെല്ലി കേസ്, അന്നേരം ദിവസം ഈ PJ കുര്യൻ കുമളി ഭാഗത്തൊന്നും ചെന്നിട്ടേ ഇല്ല എന്നുള്ളത് അന്വേഷണത്തിൽ തെളിഞ്ഞതാ. എന്നിട്ട് ഞങ്ങള് വെറുതെ വിട്ടു. അത് കഴിഞ്ഞിട്ട് തങ്കമണി, ഒരു പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ സോളാർ, എന്തൊക്കെയാ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത്? ആ കുടുംബം കുടിച്ച കണ്ണുനീരിന്, ആ മനുഷ്യൻ അനുഭവിച്ച ഹൃദയവേദനയ്ക്ക് എന്തെങ്കിലും ഒരു അതിരുണ്ടായിരുന്നു? എന്തൊക്കെ പറയിപ്പിച്ചു. എന്നിട്ട് ഈ കേസിൽപ്പെട്ട ഒരു സ്ത്രീയുടെ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടൊന്നും കിട്ടിയില്ല. DGPയും 2 ADGPമാരും അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. അവർ പറഞ്ഞു, സാറേ ഇത് വെച്ച് കേസെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിയോട് ചോദിച്ചു. ജഡ്ജി അതേ എന്താ പറഞ്ഞത്? ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കേസിന് പോയാൽ തീർന്നു, എങ്ങും എത്തത്തില്ല, പരാജയപ്പെട്ടു പോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഈ സ്ത്രീയുടെ ഒരു പരാതി വാങ്ങിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കേസ് CBIക്ക് വിട്ടു. പിന്നല്ല, കേരള പോലീസ് അന്വേഷിക്കുമ്പോഴല്ലോ പ്രശ്നം, ഞങ്ങൾ CBIക്ക് വിട്ടു. പക്ഷേ ആ മനുഷ്യന്റെ പുണ്യം കൊണ്ട്, സുഹൃതം കൊണ്ട്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് CBIയുടെ റിപ്പോർട്ട്, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള CBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നല്ല വിരുദ, നല്ല പരിചയ സമ്പന്നന്മാരാ. ഞങ്ങൾ ഇത് വളരെ മനോഹരമായിട്ട് ഇത്തവണ ചെയ്യുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെന്നേ. ഞങ്ങളിപ്പോ ഈ സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങളെ കുറിച്ച് എന്തോ പറയാനാ? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിനെ പറ്റിയൊക്കെ കഥ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നമ്മുടെ ധനസ്ഥിതി എന്തുവാ? നമ്മൾ ഈ കടക്കണി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇത് കടക്കണിയൊന്നുമല്ല.
കടത്തിന്റെ പാതാളക്കുഴി കിടക്കുക കേരളം. വിലക്കയറ്റം. ഒരു തേങ്ങയുടെ വില എന്തുവാ? 35 കിലോയ്ക്ക് കിട്ടിയിരുന്ന അരിയുടെ വില എന്തുവാ? അങ്ങനെ ഓരോരോ സാധനങ്ങൾ. വെളിച്ചെണ്ണ വില ഇല്ലാത്തത് എന്തുവാ? എന്തോ ഒരു വിലക്കയറ്റമാ. വ്യവസായ വകുപ്പ് അങ്ങ് വളർന്ന് എന്നിട്ടായി എന്നാ പറയുന്നത്. നമ്മളൊന്നും കാണുന്നില്ല. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞുകൊണ്ട് എന്ന വോട്ട് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടേതായിട്ട് പറയാൻ ഏതെങ്കിലും ഒരു നല്ല പദ്ധതി ഉണ്ടോ? ഇവിടെ വിഴിഞ്ഞെന്ന് പറയാം. പക്ഷെ വിഴിഞ്ഞ ഉമ്മൻചാണ്ടി തുടങ്ങിയതാ. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടക്കുകയും 1000 ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്താണ് ഏതാണ്ടത് പൂർത്തിയായത്. ഉമ്മൻചാണ്ടിക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നു? കണ്ണൂർ വിമാനത്താവളം, അതുപോലെ തന്നെ മെട്രോ, അങ്ങനെ പല പല വികസന പദ്ധതികൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. നമുക്ക് എന്തുവാ പറയാനുള്ളത്? അതുകൊണ്ട് ഈ മാനിഫെസ്റ്റോയും കൊണ്ട് 10 കൊല്ലത്തെ അനുഭവം കിടക്കുമ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്കിപ്പോ രക്ഷ എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ കയറി പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ ഷാബിക്കെതിരായിട്ട് ഈ അധിക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോ ചിലരൊക്കെ പറയാ, പണ്ടൊക്കെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാല് ഒരു പദവിയായിരുന്നു, എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നായിരുന്നു. ആ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവര് ഇതുപോലുള്ള മോശത്തരം കാണിക്കാമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുണ്ട്. അവരൊക്കെ ഒരു പഴയ സ്കൂളാ. ഇപ്പോഴത്തെ വൈബുമായിട്ട് അവരങ്ങോട്ട് ഒത്തുപോകത്തില്ല. മാത്രമല്ല, ഇത് നമ്മൾ പാർട്ടി പരിപാടിയായിട്ട് അംഗീകരിച്ചിരിക്കുക. അതായത് കിട്ടുന്നിടത്തോളം കോൺഗ്രസ് ലീഗ് നേതാക്കൾക്കെതിരെ കിട്ടുന്നിടത്തോളം ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അവരെയൊക്കെ നാറ്റിക്കുക. സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞത് തന്നെ സെയിം സാധനമാ. കിട്ടുന്നവരെ തേജോവധം ചെയ്തേക്കുക. അതൊരു പാർട്ടി പരിപാടിയായി അംഗീകരിച്ച സാഹചര്യത്തിൽ അത് പാർട്ടി നേതാക്കന്മാരല്ലയോ നടപ്പാക്കേണ്ടത്? അതുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിരി വന്നത് ഇതൊന്നും കണ്ടപ്പോഴല്ല. അങ്ങർക്കെതിരായിട്ട് ഏതോ കോൺഗ്രസ് നേതാവ് പരാതിയും കൊണ്ട് പോയിരിക്കുന്നു. അതായത് ഈ എറണാകുളത്തിലെ MLA ഒരു വനിതാ നേതാവിനെയും ചേർത്ത് ചില കഥകളൊക്കെ വന്നപ്പോൾ കേസ് കൊടുത്തല്ലോ. കേസ് കൊടുത്തപ്പം ഉടനല്ലേ നടപടികൾ ഉണ്ടായത്. മിനിറ്റുകളുടെ താമസം പോലും ഉണ്ടായില്ലല്ലോ. കേസെടുക്കുന്നു, ഒരു യൂട്യൂബറായ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ എത്ര പെട്ടെന്നാണ് നടന്നത്. ഞങ്ങളുടെ നേതാക്കൾക്കെതിരായിട്ടൊരു പരാതി കൊടുത്താൽ ഇതുപോലൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിപ്പോയല്ലോ. ഇതൊക്കെ ഒരു അത്യാഗ്രഹമാകട്ടോ. ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടായാൽ ഞങ്ങളുടെ പോലീസ് ഇടപെടുന്നത് പോലെ നിങ്ങളുടെ നേതാക്കളെ കുറിച്ച് ഞങ്ങളുടെ നേതാക്കൾ ഒരു പരാതി പറഞ്ഞാല് ആ വേഗത്തിൽ ഇടപെടുമെന്നൊന്നും വിചാരിക്കരുത്. അതൊക്കെ വലിയ അത്യാഗ്രഹമാണ്. വെറുതെ പരാതി എഴുതാൻ 2 ഷീറ്റ് കടലാസും പോയി അതിന്റെ സമയവും നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച അധിക്ഷേപങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണയില്ല, മറ്റു നേതാക്കൾ അത് വേണ്ടത്ര രീതിയിൽ ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ ചില മാപ്രകൾ ഇന്ന് രാവിലെ ടെലിവിഷനിൽ കരയുന്ന കേട്ടു. ചിലപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലെ ഇതിൻ്റെയൊക്കെ ഒരു തീവ്രത അളന്നു നോക്കും. അതിന് പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട്, അതിന് പ്രത്യേക കമ്മിറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ AK ബാലസഖാവൊക്കെയാ അതിനകത്തെ ആൾക്കാർ, നമ്മുടെ ശ്രീമതി ടീച്ചർ, അവരിതൊക്കെ ഒന്ന് അളന്നു നോക്കും. അപ്പം തീവ്രത കുറഞ്ഞ കേസുകളിൽ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. നല്ല തീവ്രമായിരിക്കണം, എങ്കിലേ ഏറ്റെടുക്കൂ. ഒരുപക്ഷെ ഈ ആരെയും കണ്ടാക്കൊള്ളാവുന്ന ആളുകളെ കാണുമ്പോഴേ ബാംഗ്ലൂർക്ക് പോരുന്ന ഒരു ട്രിപ്പ് അടിക്കാം എന്ന് പറയുന്നത് ഒരു തീവ്രത കുറഞ്ഞ കേസായതുകൊണ്ടാണോ ഒരു വിഭാഗം ആളുകൾ അല്പം അകന്നു നിൽക്കുന്നത് എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഈ ടൈമിംഗ് കൂടെ നോക്കണം. ഓരോ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കുന്ന ടൈമിങ്. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരിക, അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാഫിയെ പൂട്ടുക, ഷാഫിയെ നിർവീര്യനാക്കുക, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉന്നം അഥവാ ലക്ഷ്യം. അപ്പോൾ അതിന്റെ തീവ്രത കുറവോ തീവ്രത കൂടുതലോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കണം, മിന്നിക്കണം. ലാൽ സലാം.